ഇന്ന് നമ്മൾക്ക് ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി ഒരു തക്കാളിയും സവാളയും വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിയില കൂടി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഞാൻ 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഇനി ഇതേ പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം, നമ്മൾ ബുൾസൈയൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഈ എഗ് യോക്ക് പൊട്ടിക്കാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ചെറുതായിട്ടൊന്നത് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾക്ക് തേച്ച് കൊടുക്കാം. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിൻ്റെ മേലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് ബിരിയാണി മസാലയാണ്. അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഗരം മസാലയോ അല്ലെങ്കിൽ ചാട്ട് മസാലയോ ഒക്കെ ആയാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മേലെ ഞാനൊരു ബ്രെഡ് കൂടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ സവാള വട്ടത്തിലെരിഞ്ഞതും നേരത്തെ പൊരിച്ച് വെച്ച മുട്ടയൂടെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ചുകൂടെ ടൊമാറ്റോസ് വെച്ച് ഒരു ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി ഇത് ബ്രെഡ് ഇതിൻ്റെ മേലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു സൈഡും റെഡി ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇനി നമുക്ക് സവാളയ്ക്ക് ചെറിയൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അതിഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അതിന് പകരം നമുക്ക് വേറെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും കുക്കുംബറോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ ഒക്കെ വെച്ച് കൊടുക്കാം. കൂടാതെ രാത്രി ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ കുറഞ്ഞ കാലറിയുള്ള എന്നാൽ വയർ പെട്ടെന്ന് നിറയുന്ന ഒരു സാൻഡ്വിച്ചാണിത്. അതുപോലെ പച്ചക്കറി മുട്ടയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.